പ്രിയപ്പെട്ടവർ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ എക്കണോമിക്സ് ഡിസഗ്രി. എക്കണോമിക്സ് ഈസ് എ കോംപ്ലക്സ് ഫീൽഡ് ഡീലിംഗ് വിത്ത് ഇൻ്റർ കണക്റ്റഡ് വേരിയബിൾ ദാറ്റ് മേക്ക് പ്രെഡിക്റ്റിംഗ് ഔട്ട്കം ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫീൽഡാണ്. അതിൽ ഡിഫറെൻറ്റ് വേരിയബിൾ ഉണ്ടാവും, കുറേ വേരിയബിൾ ഉണ്ടാവും, അതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്കം പ്രെഡിക്റ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. ഡിഫറെൻറ്റ് എക്കണോമിക്സ് ക്യാൻ ഇൻ്റർപ്രറ്റ് ദ സെയിം എവിഡൻസ് ഡിഫറൻ്റ്ലി. ഓരോ എക്കണോമിക്സുകളും ഒരു കാര്യത്തെക്കുറിച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ബൈ ദെയർ ഐഡിയോളജീസ്. അവരുടെ ഐഡിയോളജി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. വാല്യൂസ് ഓർ അസംഷൻ റിസൾട്ടിങ് ഇൻ ഡിസഗ്രിമെൻറ്റ്. ഓക്കെ, അവരുടെ ഡിസഗ്രിമെൻറ്റിലേക്ക് അത് റിസൾട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇതിന് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കെയ്ൻസിൻ്റെ ഐഡിയോളജി അല്ല ആഡം സ്മിത്തിൻ്റെ ഐഡിയോളജി. കെയ്ൻസിൻ്റെ ഐഡിയോളജിയില്ല, പുതിയ കാലത്തെ എക്കണോമിക്സുകളുടെ ഐഡിയോളജി. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അവരുടെ അസംഷനും മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സുകൾ പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ്, എന്നാൽ കെയ്നീഷ്യൻ പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ എക്കണോമിക്സുകൾ ഡിസഗ്രി ആവാനുള്ള സാധ്യത. ഇനി ഇതിനുള്ള കാരണങ്ങൾ പറയുന്നത്, ഒന്ന്, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആൻഡ് അൺസർട്ടനിറ്റി. എക്കണോമിക്സ് ഡു നോട്ട് ഹാവ് പെർഫെക്റ്റ് നോളജ് ഓഫ് ആൾ എക്കണോമിക് വേരിയബിൾ മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു പ്രെഡിക്റ്റ് ഔട്ട്കം അക്യുറേറ്റ്ലി. എക്കണോമിക്സിൻ്റെ പെർഫെക്റ്റ് നോളജ് അവർക്ക് ഉണ്ടാവാൻ സാധ്യത എല്ലാ എക്കണോമിക് വേരിയബിളിനെ കുറിച്ചും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അവർ നേരിടും. ദ കോംപ്ലക്സിറ്റി ഓഫ് ദ എക്കണോമിക് ലീഡ്സ് ടു അൺസർട്ടനിറ്റി. ഈ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും? അൺസർട്ടനിറ്റിയിലേക്ക് നയിക്കും. സെർട്ടൺ ആണ് കൃത്യമായിട്ട് പറയാൻ സെർട്ടൺ. അൺസർട്ടൺ നമുക്ക് കൃത്യതയോട് കൂടി അത് പറയാൻ സാധിക്കില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എമേർജ് ബേസ്ഡ് ഓൺ ലിമിറ്റഡ് ഡാറ്റ. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഇതിൽ നിന്ന്, ഈ ലിമിറ്റഡ് ഡാറ്റയിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് വരും. അടുത്ത്, സിംപ്ലിഫൈ അസംഷൻ ആൻഡ് മോഡൽസ്. എക്കണോമിക് തിയറി ഓഫൻ റിയലി ഓൺ അസംഷൻ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ, മാർക്കറ്റ് ആൻഡ് ഗവൺമെൻറ് പോളിസി. എക്കണോമിക് തിയറി എല്ലാം അസംഷൻ്റെ ബേസിലാണ്. ഹ്യൂമൻ്റെ ബിഹേവിയർ, മാർക്കറ്റ്, ഗവൺമെൻറ് പോളിസി. ഡിസഗ്രിമെൻറ്റ് അറൈസ് വെൻ എക്കണോമിക്സ് ഡിസഗ്രി ഓവർ ദിസ് അസംഷൻ ഓർ ദ വേ മോഡൽസ് ആർ കൺസ്ട്രക്റ്റഡ്. അടുത്ത്, മെത്തഡോളജിക്കൽ ഡിഫറൻസ്. എക്കണോമിക്സ് യൂസ് ഡൈവേഴ്സ് അനലിറ്റിക്കൽ ടൂൾസ് ആൻഡ് മോഡൽസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് വേരിയിങ് റിസൾട്ട്. എക്കണോമിക്സുകൾ എന്താണ്? ഡിഫറെൻറ്റ് അനലിറ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. ഡിഫറൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഓർ ഡാറ്റ അനാലിസിസ് ക്യാൻ ഷേപ്പ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓൺ ദ സെയിം ഇഷ്യൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കും ഡാറ്റ അനാലിസിസ് ടെക്നിക്കൊക്കെ എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആയിരിക്കും ഈ ഒരു സെയിം ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഇവർ മേക്ക് ചെയ്യുക. ഡൈവേർജൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. എംപിരിക്കൽ ഡാറ്റ ഡസ് നോട്ട് സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ്, ഇറ്റ് നീഡ്സ് ടു ബി ഇൻ്റർപ്രറ്റഡ്. എംപിരിക്കലായിട്ടുള്ള ഡാറ്റ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ല, അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ടു എക്കണോമിക്സ് മേ ഡ്രോ ഡിഫറെൻറ്റ് കൺക്ലൂഷൻ ഫ്രം ദ സെയിം ഡാറ്റ സെറ്റ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ മെത്തഡോളജി, ഫോക്കസ് ആൻഡ് പ്രിയർ ബിലീഫ്. രണ്ട് എക്കണോമിക്സുകൾ ഒരു കാര്യത്തെക്കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പറയുക സെയിം ഡാറ്റ സെറ്റിൽ നിന്ന്. അതിന് കാരണം ഡിഫറെൻറ്റ് മെത്തഡോളജി, അവരുടെ ഫോക്കസ്, പ്രിയർ ബിലീഫ്, ഇതൊക്കെ കാരണം. ഇൻഫ്ലുവൻസ് ഓഫ് വാല്യൂസ് ആൻഡ് നോർമേറ്റീവ് വ്യൂസ്. നോർമേറ്റീവ് അനാലിസിസ് നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നത്. വാല്യൂസ് അഫക്ട് ദ എക്കണോമിക്സ് കൺസിഡർ ഡിസൈറബിൾ ഔട്ട്കം സച്ച് ആസ് വെദർ ടു പ്രിയോറിറ്റി, ഈക്വാലിറ്റി ഓർ എഫിഷ്യൻസി. പോളിസി പ്രിഫറൻസ്. ഡിഫറൻസ് ബിലീവ് അബൌട്ട് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഓഫൺ ഇൻഫ്ലുവൻസ് എക്കണോമിക് ഒപ്പീനിയൻ. പോളിസി പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ബിലീവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ റോള് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവർ ബിലീവ് ചെയ്തിട്ട് അത് ഒരു എക്കണോമിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോഷ്യൽ വെൽഫെയർ. എക്കണോമിക്സ് മേ ഹാവ് വേരിയിങ് വ്യൂസ് ഓൺ ഹൗ ടു ബാലൻസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. ഓരോ എക്കണോമിക്സുകളും എങ്ങനെയാണ് ബാലൻസ് ഗ്രോത്ത് എങ്ങനെ ബാലൻസ് ചെയ്യാം, റീഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഓരോരുത്തരുടെ കോൺസെപ്റ്റുകൾ. ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി. എക്കണോമിക്സ് ബ്രിങ് ദെയർ സബ്ജക്റ്റീവ് അസംഷൻ ആൻഡ് ഐഡിയോളജീസ് ഇൻ ടു ദെയർ അനാലിസിസ്. എക്കണോമിക്സ് എന്ത് ചെയ്യുന്നത്? അവരുടെ സബ്ജക്റ്റീവ് അസംഷനും അവരുടെ ഐഡിയോളജിയും അവരുടെ അനാലിസിസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പെർസെപ്ഷനും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അത് റിയാലിറ്റിയോട് സെയിം ആണെന്നില്ല. ഡിസഗ്രിമെൻറ്റ് അറൈസ് വെൻ എക്സ്പെക്ടേഷൻ ഡൈവേർജ് ഫ്രം ആക്ച്വൽ ഔട്ട്കം ആസ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് മേ നോട്ട് അലൈൻ പെർഫെക്റ്റ്ലി വിത്ത് റിയൽ വേൾഡ് കോംപ്ലക്സിറ്റി. കീ ഡയമെൻഷൻ ഓഫ് ഡിസഗ്രിമെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ഇൻ സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ്. ഡിസഗ്രിമെൻറ്റിൻ്റെ ഡയമെൻഷനാണ് പറയുന്നത്. ഒന്നാമത്തത് ഡിഫറൻസ് ഇൻ സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ്. ഓരോരുത്തരുടെയും സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ് ഡിഫറൻസ് ആയി. സയൻറ്റിഫിക് ഡിസഗ്രിമെൻറ്റ് റിഫ്ലക്റ്റ് ദ ഇൻഹെറൻറ്റ് അൺസർട്ടനിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഇൻ എക്കണോമിക്സ്. സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റിൻ്റെ ഡിഫറൻസിനുള്ള കാരണങ്ങളൊന്ന് അൺസർട്ടനിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി.
എക്കണോമിക്സ് യൂസ് മോഡൽ ടു റെപ്രസെൻറ്റ് റിയൽ വേൾഡ് ബിഹേവിയർ ബട്ട് ദ എക്കണോമിക്സ് കോംപ്ലക്സിറ്റി ഓഫൻ ലീഡ്സ് ടു ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മോഡലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. റിയൽ വേൾഡിലുള്ള ബിഹേവിയറിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡലുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്കണോമിക് മോഡലാണ് കൺസംഷൻ മോഡൽ. സി ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ഇൻകം. സി എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ ഫങ്ഷനാണെന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ചിലപ്പോൾ സി ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ വൈ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു എക്കണോമിക് മോഡലിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇങ്ങനെ ഓരോ മോഡൽ റിയൽ വേൾഡ് ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. ബട്ട് ദ എക്കോണമീസ് കോംപ്ലക്സിറ്റി ഓഫ് രണ്ട് കേഴ്ഷ്യൽ ഇൻഫറൻസ് ഡിറ്റർമിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് ഫാക്ടേഴ്സ് ക്യാൻ ബി കണ്ടീഷ്യസ് വിത്ത് എക്കണോമിക്സ് ഡിസഗ്രീയിങ് ഓൺ കോസാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിൽ ചില ഫാക്ടേഴ്സിൽ എന്തുണ്ടാവും, ഒരു കോഷ്യൽ എഫക്റ്റ് ഉണ്ടാവും, അതിന് കാരണമായിട്ടുള്ള. അപ്പോൾ എക്കണോമിക്സ് എന്തെയും ചില കോസാലിറ്റിയെ ഡിസഗ്രി ചെയ്യാറുണ്ട്. 2-3 കാര്യങ്ങൾ നടക്കുന്നതിനുള്ള ബിഹേവിയറൽ ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മോഡലിംഗ് ചോയ്സ്. എക്കണോമിക്സ് ഡിഫർ ടു ഹൗ ദേ ഡിസൈൻ മോഡൽസ്. എക്കണോമിക്സ് എന്തായിരിക്കും, എങ്ങനെയാണ് ഒരു മോഡൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിൽ ഡിഫറൻ്റ് ആയിരിക്കും. ചൂസിങ് വിച്ച് വേരിയബിൾ ടു ഇൻക്ലൂഡ് ആൻഡ് വിച്ച് അസംഷൻ ടു മേക്ക്. ഏത് വേരിയബിൾ യൂസ് ചെയ്യണം, ഏത് അസംഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എവിഡൻസ്. ഈവൻ വിത്ത് ദ സെയിം ഡാറ്റ എക്കണോമിക്സ് മൈറ്റ് അറൈവ് അറ്റ് ഡിഫറെൻറ്റ് കൺക്ലൂഷൻ. തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കൃത്യമായിട്ട് എക്കണോമിക്സുകൾ എന്തായിരിക്കും, ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്കായിരിക്കും എത്തുക. നോർമേറ്റീവ് ഇംപ്ലിക്കേഷൻ. സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ് ഓഫൻ ഇൻഫ്ലുവൻസ് റെക്കമെൻഡേഷൻ ഫോർ പബ്ലിക് പോളിസി. ഓരോരുത്തരുടെയും സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പബ്ലിക് പോളിസിക്കുള്ള റെക്കമെൻഡേഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങളും ഓരോരുത്തരുടെയും സബ്ജക്റ്റീവായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷന് ഇതിനെ എഫക്റ്റ് ചെയ്യും. അടുത്തത് ഡിഫറൻസ് ഇൻ വാല്യൂസ്. വാല്യൂസ് ഡീപ്ലി ഇൻഫ്ലുവൻസ് ഹൗ എക്കണോമിക്സ് ഇൻ്റർപ്രിറ്റേറ്റ് ഫാക്ട് ആൻഡ് പ്രിസ്ക്രൈബ് പോളിസി. വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എക്കണോമിക്സുകൾ ഫാക്റ്റിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് പോളിസി ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോർമേറ്റീവ് പ്രിഫറൻസ്. സം എക്കണോമിക്സ് പ്രിയോറിറ്റൈസ് ഈക്വാലിറ്റി, അതേഴ്സ് ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് ഓർ എഫിഷ്യൻസി. ചില എക്കണോമിക്സ് എന്തുണ്ട്, ഈക്വാലിറ്റിയെ പ്രിയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, അതേഴ്സ് ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് ഓർ എഫിഷ്യൻസി. മറ്റുള്ളവരെന്താണ് എക്കണോമിക് ഗ്രോത്ത് എഫിഷ്യൻസിയാണ് എടുക്കുന്നത്. അപ്പോൾ ചില എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വാലിറ്റി, എല്ലാവരും ഈക്വൽ ആയിരിക്കണം എന്ന്. ചിലവരെന്ത് ചെയ്യുന്നതിന് ഈക്വാലിറ്റിക്കൊന്നും ആവശ്യമില്ല, രാജ്യത്തിൻ്റെ ഗ്രോത്താണ് എഫിഷ്യൻസിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പോളിസി പ്രിഫറൻസ്. ബിലീവ് അബൌട്ട് ദ ഗവൺമെൻറ് റോൾ ഓഫൺ അഫക്ട് റെക്കമെൻഡേഷൻ. സം ഫേവർ മാർക്കറ്റ് ഫ്രീഡം വൈൽ അതേഴ്സ് പുഷ് ഫോർ ഇൻ്റർവെൻഷൻ. ചില ആളുകൾ ഗവൺമെൻറ് റോള് ഓരോ ഇതിനെയും റെക്കമെൻഡ് ചെയ്യും. ചില ആളുകൾ എന്താണ് മാർക്കറ്റിൽ ഫ്രീഡം പറയുന്നുണ്ട്, ചില ആളുകൾ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണം. ചില ആളുകൾ പറയുന്നത് ഗവൺമെൻറ്റിന് റോളില്ല, മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈക്ക് അനുസരിച്ച് മാർക്കറ്റ് വർക്ക് ചെയ്തോളൂ. ചില ആളുകൾ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനെ പുഷ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ വെൽഫെയർ കൺസിഡറേഷൻ. എക്കണോമിക്സ് ഡിഫർ ഇൻ ഹൗ ദേ വെയ്റ്റ് ദ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽ വേഴ്സസ് സൊസൈറ്റി ആസ് ഹോൾ. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ഇതിൽ സൊസൈറ്റി ആസ് ഹോൾ എല്ലാവരെയും എടുത്തുകൊണ്ടാണ്, എല്ലാവർക്കും വെൽഫെയർ ഉണ്ടായി. ചില ആളുകൾ എന്താണ് ഇൻഡിവിജ്വലിൻ്റെ വെൽഫെയർ മാത്രം, ഇൻഡിവിജ്വലിൻ്റെ വെൽബീയിങ് ആണ് ചില ആളുകൾ എടുക്കാറുള്ളത്. അപ്പോൾ വാല്യൂസിൽ ഓരോരുത്തരുടെയും പെർസെപ്ഷനിലും ഓരോരുത്തരുടെയും റെക്കമെൻഡേഷനിലൊക്കെ ഡിഫറൻറ്റ് വരും. ഡിസ്ട്രിബ്യൂഷണൽ ഇമ്പാക്ട്. സം പ്രിയോറിറ്റീസ് ഫെയർനെസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ വൈൽ അതേഴ്സ് ഫോക്കസിങ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യത്തിൻ്റെ ഇൻകം ഔട്ട്പുട്ടൊക്കെ എന്ത് ചെയ്യണം, ഫെയർനെസ് ആയിട്ട് എല്ലാവരിലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ചിന്തയിലുള്ള. ചില ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ചില ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുള്ളത് സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റുള്ള ഡിഫറൻസ്, രണ്ടാമത്തത് ഓരോരുത്തരെയും വാല്യൂസിലുള്ള ഡിഫറൻസ്, പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് സച്ച് ആസ് ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എഫക്ട് എക്കണോമിക്സ് അനാലിസിസ് ആൻഡ് പോളിസി വ്യൂസ്. ഓരോരുത്തരുടെയും എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ജസ്റ്റിസ്, സസ്റ്റൈനബിലിറ്റി ഒക്കെ അവരുണ്ടാക്കുന്ന അനാലിസിസ് അവരുടെ പോളിസി വ്യൂവിനെയും എഫക്ട് ചെയ്യും. സസ്റ്റൈനബിലിറ്റി. ഡിഫറിങ് ഒപ്പീനിയൻ എക്സിസ്റ്റിംഗ് ഓൺ ബാലൻസിങ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിത്ത് എൻവറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ചില ആളുകൾ എൻവറോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്ന ആളുകൾ, ചില ആളുകൾ അതിനെ എതിർക്കുന്നവരുണ്ട്. അപ്പം ആ രീതിയിലൊക്കെ ഇതിൽ വ്യത്യാസം വരാം. അടുത്ത് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി. എക്കണോമിക് ഡിസഗ്രിമെൻറ്റ് ആൾസോ സ്റ്റെം ഫ്രം ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയൽ വേൾഡ് ഔട്ട്കം. ചില ആളുകളുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, ചിലപ്പോൾ റിയൽ വേൾഡ് ഔട്ട്കം വ്യത്യാസമായിരിക്കും. അതിലുള്ള ഡിഫറൻസ് ഈ ഡിസഗ്രിമെൻറ്റിലേക്ക് നയിക്കാനുള്ള കാര്യമുണ്ട്. ഒന്ന് തിയററ്റിക്കൽ വേഴ്സസ് പ്രാക്ടിക്കൽ ഔട്ട്കം. വാട്ട് വർക്ക്സ് തിയററ്റിക്കലി മെ നോട്ട് വർക്ക് ഇൻ പ്രാക്ടീസ്. ചിലത് തിയററ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണോ അത് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ തിയറിയിൽ പറയണം, പക്ഷേ അത് പ്രാക്ടിക്കൽ സെൻസിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. പോളിസി ഫെയിലിയർ ആൻഡ് സക്സസ്. എക്കണോമിക്സ് സംടൈംസ് ഡിഫർ ഇൻ ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ് ഓഫ് പോളിസി ഇൻ്റർവെൻഷൻ. പോളിസിയുടെ ഇൻ്റർവെൻഷൻ്റെ എഫക്റ്റീവ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ഡിഫറൻറ്റ് പ്രിയോറിറ്റീസ്. വാല്യൂ ആൻഡ് വേൾഡ് വ്യൂസ് ഇൻഫ്ലുവൻസ് ഹൗ എക്കണോമിക്സ്
പെർസീവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേരിയസ് എക്കണോമിക് ഇഷ്യൂസ് ലൈക്ക് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വാല്യൂ, അവരുടെ വേൾഡ് വ്യൂ എങ്ങനെയാണ് എക്കണോമിക്സ് ഈ പെർസീവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേരിയസ് എക്കണോമിക് ഇഷ്യൂ, വേരിയസ് ആയിട്ടുള്ള എക്കണോമിക് ഇഷ്യൂവിനെ എങ്ങനെയാണ് അവർ കാണുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഉദാഹരണത്തിന് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാലിറ്റി. ഓക്കെ, ചില ഫിസ് കർവിൽ പറയുന്നത് ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നതാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം, സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയുന്നതാണ്, അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യൂവിൽ ചില ആളുകൾ അതിനെ എതിർക്കുന്നവരുണ്ടാകാം. ഓക്കെ, പക്ഷേ നമ്മുടെ ഒരു സെൻസിൽ എന്താണ്, സാധനങ്ങളുടെ വില കൂടരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഡിസഗ്രിമെൻറ്റിലേക്ക് നയിക്കാം. ഓക്കെ, താങ്ക് യു.